ഹായ് നമസ്കാരം. ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ലാറ്റ്വിയയിലേക്കാണ്. ഓൾറൗണ്ട് കുക്കിന്റെ വേക്കൻസി. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കടയുടെ ഓണർ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ അത് കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം പോകാൻ താല്പര്യമുള്ളവർ അവരുമായി ബന്ധപ്പെട്ടിട്ട് അത്യാവശ്യമുള്ളവർ മാത്രം വിളിക്കുക. വെറുതെ നേരം പോക്കിനായിട്ട് ആരും വിളിക്കേണ്ടതില്ല. അത്യാവശ്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി. അപ്പോൾ ചുവടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവരുടെ വോയിസും കൊടുക്കുന്നുണ്ട്. നമസ്കാരം. ഈ മുകളിലുള്ള ആഡിന്റെ അതിൽ പറയുന്ന റെസ്റ്റോറന്റിന്റെ ഓണറാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ആഡ് കേട്ട് വിളിക്കുന്നവർക്ക് കോമൺ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ഓരോരുത്തരോടുമായിട്ട് പറയുന്നതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു വോയിസ് ഇടുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് എല്ലാം മനസ്സിലാക്കിയിട്ട് എന്നിട്ടും നിങ്ങൾക്ക് ഇതിനെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം താല്പര്യമാണെങ്കിൽ മാത്രം ഫോൺ വിളിക്കുക പ്ലീസ്. അതല്ലാത്തവർ ബന്ധപ്പെടാണ്ടിരിക്കുക. ദയവേത് നിങ്ങളുടെ സമയവും എൻ്റെ സമയവും വിലപ്പെട്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഈ യൂറോപ്പിലെ ലാറ്റ്വിയ എന്നുള്ള രാജ്യത്തിലാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് റെസ്റ്റോറൻറ്റ് ഫീൽഡിലാണ്. 3 റെസ്റ്റോറൻറ്റ് നിലവിലുണ്ട്. ഇത് 4മതൊരു റെസ്റ്റോറൻറ്റ് ഇതിന് തൊട്ട് അടുത്ത ഒരു രാജ്യത്ത് എസ്തോനിയ എന്ന് പറഞ്ഞ രാജ്യത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വേക്കൻസി നോക്കുന്നത്. നമുക്ക് മെയിനായിട്ട് ഷെഫ് വേറെ ഉണ്ട്, 2-3 പേരുണ്ട്. ഇതിൻ്റെ കൂടെ അഡീഷണലി വേണ്ട ഒരു ഷിഫ്റ്റുകൾ എടുക്കാൻ പറ്റിയ ഒരാളാണ് നോക്കുന്നത്, ഓൾറൗണ്ടർ ആയിട്ടുള്ള. പ്രൊഫഷണൽ എക്സ്പീരിയൻസ് അത് നോർത്തായാലും സൗത്തായാലും പ്രൊഫഷണലായിട്ട് കിച്ചൺ എക്സ്പീരിയൻസ് ഒരു മിനിമം ഒരു 3-4 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് വേണ്ടത്. പിന്നെ കപ്പിളാണെങ്കിൽ ഭാര്യയും ഭർത്താവും കുട്ടികളൊന്നും ഇല്ലാത്തതാണെങ്കിൽ അത്രയും നന്നായി. ഭാര്യ ജോലി നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിഫൈഡ് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണെങ്കിൽ അത്രയും അങ്ങനത്തെ ആൾക്കാരെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വൈഫിന് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ. ചെറിയ കുട്ടികളാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, കാരണം അവർക്ക് സ്കൂളിംഗ് ഒക്കെ അവിടെ ഇതിന്റെ ഈ ടാക്സ് ബെനിഫിറ്റിൽ നടന്നു പോകും. പക്ഷെ വലിയ കുട്ടികളാണെങ്കിൽ ഒരു 3-4 മേലെ ആണെങ്കിൽ അവരെ സ്കൂളിൽ ചേർക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം അതിന്റെ അവരെ അവരെ 2 കൊല്ലം പിന്നെ പുറകിലേക്ക് ഇരുത്തും. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അപ്പൊ കുട്ടികളില്ലാത്തവരും ചെറിയ കുട്ടികൾ ഒന്നിലും നഴ്സറികളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതും മോസ്റ്റ് വെൽക്കം. പിന്നെ അതുപോലെ സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നവരാണ് നോക്കേണ്ടത്. താൽക്കാലിക ടൈമിന് വേണ്ടിയിട്ട് ജോലി നോക്കുന്ന 2 വർഷം 3 വർഷം ഒക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇതൊരു നല്ല ഓഫർ ആയിരിക്കില്ല. പിന്നെ ഈ സാലറി ഇവിടെ എഴുതിയിട്ടുള്ളത് അത് ഈ ഷെഫ് ഈ കുക്കിന്റെ സാലറി അത് പുള്ളിയുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് പുള്ളി അതിനനുസരിച്ച് അത് ഇൻക്രിമെന്റ് കൊടുക്കും. കാരണം അതൊരു നമ്മൾ നാട്ടിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് അറിയാത്ത നമുക്ക് അവരെ കഴിവറിയാതെ നമ്മൾ കൊണ്ടുവരുന്ന കേസുകളിൽ കൊടുക്കുന്ന മിനിമം സാലറിയാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അയാള് നമ്മളെ ഇവിടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരുടെ നിലവാരത്തിലാണെങ്കിൽ ആ സാലറി കൂടി ഒരു നല്ലൊരു എന്താ പറയാ ഒരു അത്യാവശ്യം നല്ലൊരു സാലറി ആയിട്ട് അത് മാറും. ഗൾഫിൽ ഓൾറെഡി ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതിൽ ഈ സാലറി ഒക്കെ മേടിക്കുന്ന ആൾക്കാർ ഇപ്പൊ യൂറോപ്പിൽ നിന്ന് കേട്ട് വെറുതെ നമ്മുടെ 2 പേരുടെ സമയങ്ങളുണ്ട്. ഈ സാലറി ഒക്കെ ഇതേ ഈ പറഞ്ഞ കണക്കിനാണ്. ഇതൊരു സെറ്റിൽമെന്റ് പ്ലാൻ ആണ്. യൂറോപ്പിൽ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇവിടെ നിന്നുകൊണ്ട് കഴിവ് തെളിയിച്ച് ഈ പറഞ്ഞ പോലെ ഫാമിലിയൊക്കെ ആയി ടാക്സ് ബെനിഫിറ്റും അതുപോലെ റിട്ടയർമെന്റ് പെൻഷനും അങ്ങനത്തെ ഒരുപാട് സ്കീമുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് യൂറോപ്പിലെ ആൾക്കാർ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അവസ്ഥയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന്. ഇതൊരു അർജന്റ് റിക്വയർമെന്റ് ആണ്. അല്ലാത്തവർ വേറെ ഒരു ജോലിയും ഈ എൻ്റെ കയ്യിലില്ല. അപ്പൊ അതല്ലാത്തവർ ദയവ് ചെയ്ത് എന്നെ മെസ്സേജ് ചെയ്യരുത് പ്ലീസ്. അതുപോലെ ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന സംഭവങ്ങളല്ല. ഇതിന്റെ കോസ്റ്റ് ഈ വരുന്ന ആൾ തന്നെ എടുക്കേണ്ടതാണ്, ടിക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് അഫോർഡ് ചെയ്യുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ ഓൾറെഡി ഈ ഗ്രൂപ്പിൽ നിന്ന് 1-2 പേര് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ച് ഞാനെല്ലാം കാണിച്ചു തരും, എല്ലാ കാര്യങ്ങളും. അപ്പൊ അതെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക. അപ്പൊ ഇതെല്ലാം കാര്യങ്ങളൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണിച്ചു തരും.